സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഏത് കോൺസെപ്റ്റാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ AS13 അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതിൽ കോൺസെപ്റ്റാണ് ഈ അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റിലെ മെയിൻ കോൺസെപ്റ്റ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, ഒരു അദാനി ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി, ആ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഷെയർ ക്യാപിറ്റലും ഉണ്ട്, ഡിബെഞ്ചേഴ്സ് ഉണ്ട്. ഈ ഷെയർ ക്യാപിറ്റൽ ഡിബെഞ്ചേഴ്സ് ഉണ്ട്. ഇത് വെച്ച് ഇൻവെസ്റ്റേഴ്സിന് അദാനി ലിമിറ്റഡ് ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യും. സോ ഇത് ഇഷ്യൂ ചെയ്യാൻ നേരത്ത് ഇത് അദാനി ലിമിറ്റഡിൻ്റെ ലയബിലിറ്റിയായി മാറുകയും ഇൻവെസ്റ്റേഴ്സ് അത് അക്വയർ ചെയ്യുമ്പോൾ അത് ബാലൻസ് ഷീറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് ഷെയർസ് ഓഫ് ഡിബെഞ്ചേഴ്സ് അദാനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ് അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യും. സോ ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റേഴ്സിന് അസറ്റും അത് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് ലയബിലിറ്റിയായി മാറുന്നു. AS13 കവേഴ്സ് ഫ്രം ദ ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ. എപ്പോഴും AS13 അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂലാണ് നമ്മൾ കോൺസെപ്റ്റ് ഡീൽ ചെയ്ത് പോകുന്നത്. ഇതിലുള്ള മെയിൻ ഡിസ്കഷൻസ് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ, മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്; സെക്കൻഡ്, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്; തേർഡ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്; ഫോർത്ത്, വാല്യുവേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്; ഫിഫ്ത്ത്, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് തന്നെ രണ്ടാണ്, ഒന്ന് ഡിബെഞ്ചേഴ്സിനും ഒന്ന് ഷെയർസിനും ഉണ്ട്. ഡിബെഞ്ചേഴ്സിൽ മെയിനായിട്ട് വരുന്ന കോൺസെപ്റ്റ് എക്സ് ഇൻട്രസ്റ്റും കം ഇൻട്രസ്റ്റും, ഷെയർസിൽ ബോണസ് ഷെയർസും റൈറ്റ് ഇഷ്യൂവും ഡിവിഡൻറ്റും ആണ്. ദെൻ മീനിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ അസറ്റ് ഹോൾഡ് ബൈ ആൻ എൻ്റർപ്രൈസ് ഫോർ ഏർണിംഗ് ഇൻകം ബൈ വേ ഓഫ് ഡിവിഡൻഡ്, ഇൻട്രസ്റ്റ് ആൻഡ് റെൻറ്റൽസ്, ഫോർ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഓഫ് അതർ ബെനിഫിറ്റ്സ് ടു ദി ഇൻവെസ്റ്റിംഗ് എൻ്റർപ്രൈസ്. ഇതെന്താ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു അസറ്റാണ് ഹോൾഡ് ബൈ ആൻ എൻ്റർപ്രൈസ്. നേരത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു തന്നവർ ആ ഇൻവെസ്റ്റേഴ്സ് പറയുന്ന വ്യക്തികളുണ്ടാവില്ലേ, അവരാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്നത്. ആ എൻ്റർപ്രൈസിനാണ് ഇവിടെ പറയുന്നത്. ഫോർ ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടിയാണ്. ബൈ വേ ഓഫ് ഏതൊക്കെ വഴി? ബൈ വേ ഓഫ് റെൻറ്റൽസ്, ബൈ വേ ഓഫ് ഡിവിഡൻഡ് കിട്ടുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇക്വിറ്റി ഷെയർസോ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന വഴി ഇൻവെസ്റ്റേഴ്സിന് എന്ത് കിട്ടുന്നു? ഡിവിഡൻഡ് കിട്ടുന്നു. ദെൻ ഇൻട്രസ്റ്റ് ആൻഡ് റെൻറ്റൽസ്, ഇൻട്രസ്റ്റ് ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്ന വഴി, റെൻറ്റൽസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ റെൻറ്റ് കിട്ടുന്നു. ഫോർ ക്യാപിറ്റൽ അപ്രിസിയേഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലാൻഡ്, ഗോൾഡ് ഓർ സിൽവർ, അവിടെ അതിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നു. ഫോർ അതർ ബെനിഫിറ്റ്സ് ടു ദി ഇൻവെസ്റ്റിംഗ് എൻ്റർപ്രൈസ്, ബോണസ്, കൺട്രോൾ എല്ലാം ഇൻവെസ്റ്റിംഗ് എൻ്റർപ്രൈസിന് എക്സ്ട്രാ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, അതർ ബെനിഫിറ്റ്സ് ആണ്. ദെൻ അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മീനിങ്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ഡൺ ആസ് പെർ AS13 അക്കൗണ്ടിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്. AS13 പ്രകാരമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ ചെയ്യുന്നത്. ദെൻ സെക്കൻഡ്, കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ പർച്ചേസ് പ്രൈസും സെയിൽസ് പ്രൈസും കാണാനാണ്. അതിൽ പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബേസിക് പർച്ചേസ് പ്രൈസ് എപ്പോഴും കാണുമ്പോൾ എക്സ് ഇൻട്രസ്റ്റ് പർച്ചേസ് പ്രൈസിലായിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനോടൊപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ബ്രോക്കറേജ്, സ്റ്റാമ്പ് ഡ്യൂട്ടി ആഡ് ചെയ്യണം. ദെൻ സെയിൽസ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ബേസിക് സെയിൽസ് പ്രൈസ് അതെപ്പോഴും എക്സ് ഇൻട്രസ്റ്റ് സെയിൽസ് വാല്യൂവിലായിരിക്കണം. അതിനോട് നമ്മൾ ബ്രോക്കറേജും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഡിഡക്റ്റ് ചെയ്യണം. അന്നേരമാണ് നമുക്ക് നെറ്റ് എമൗണ്ട് പർച്ചേസിനും സെയിൽസിനും കിട്ടുക. ദെൻ കോസ്റ്റ് ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്ലൂഡ്സ് അക്വിസിഷൻ ചാർജസ് സച്ച് ആസ് ബ്രോക്കറേജ് ഫീസ് ആൻഡ് ഡ്യൂട്ടീസ്. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിൽ ചാർജസായി ബ്രോക്കറേജും ഫീസ്, ഡ്യൂട്ടീസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. Then, if an investment is acquired or partly acquired by the issue of shares, other securities, the acquisition cost is the fair value of the securities issued. എന്നുവെച്ചാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അക്വയർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പാർട്ട്ലി അക്വയർ ചെയ്യുമ്പോൾ എന്ത് വഴി? ഷെയർസ് അല്ലെങ്കിൽ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന വഴി നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുമ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ആ സെക്യൂരിറ്റി മീൻസ് ഷെയർസ് ആ ഡിബെഞ്ചേഴ്സിൻ്റെ ഫെയർ വാല്യൂ ആയിരിക്കും അതിൻ്റെ കോസ്റ്റ്. അതൊരിക്കലും നോമിനൽ വാല്യൂ, പാർ വാല്യൂ ആയിട്ട് ഈക്വൽ ആവേണ്ട ആവശ്യമില്ല. അന്ന് എന്താണ് അതിൻ്റെ ഫെയർ വാല്യൂ, അതായിരിക്കും അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ third point, if an investment is acquired in exchange or part exchange for another asset, the acquisition cost is the fair value of the asset given up or fair value of the investment acquired, whichever is more clearly evident. എന്ന് വെച്ചാൽ നമ്മൾ ഒരു അസറ്റ് കൊടുത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങാൻ നേരത്ത് എക്സ്ചേഞ്ച് ഒരു അസറ്റ് കൊടുത്ത് ആ അസറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ അതിൻ്റെ അക്വിസിഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് നമ്മൾ കൊടുത്ത അസറ്റിൻ്റെ ഫെയർ വാല്യൂ, അല്ലെങ്കിൽ വാങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫെയർ വാല്യൂ, ഏതാണ് മോർ ക്ലിയർലി എവിഡൻറ്റ് അതായിരിക്കും അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്.
ദെൻ കാൽക്കുലേഷൻ ഓഫ് ബ്രോക്കറേജ് ഇസ് യൂഷ്വലി ഓൺ പർച്ചേസ് ഓഫ് സെയിൽസ് പ്രൈസ്. ഇവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ നമ്മൾ പർച്ചേസ് പ്രൈസ് അല്ലെങ്കിൽ സെയിൽസ് വാല്യൂ ഉണ്ട്. അപ്പോൾ ബ്രോക്കറേജ് പർച്ചേസിൽ ബ്രോക്കറേജ് ആഡ് ചെയ്യാനും സെയിൽസിൽ ബ്രോക്കറേജ് കുറയ്ക്കാനും പറയുന്നത്. ഈ ബ്രോക്കറേജ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് പർച്ചേസ് പ്രൈസിലാണ് വാങ്ങുന്നതെങ്കിൽ അവിടെ പർച്ചേസ് പ്രൈസിലെ എക്സ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യണം, ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്യണം. സപ്പോസ് എക്സ് ഇൻട്രസ്റ്റ് നമുക്ക് 10,000 തന്നിട്ടുണ്ട്, ബ്രോക്കറേജ് 1%. സോ 10,000 ഇൻറ്റു 1% എന്ന് പറയുന്നത് 100 ആണ്. സോ 10,000 1% 100, അതാണ് ബ്രോക്കറേജ്. അത് എക്സ് ഇൻട്രസ്റ്റിനൊപ്പം നമ്മൾ ആഡ് ചെയ്യണം. സപ്പോസ് അത് ഇൻട്രസ്റ്റിലാണ് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ബേസിക് പർച്ചേസ് പ്രൈസ് എക്സ് കണ്ടിട്ട് ആഡ് ബ്രോക്കറേജ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് പർച്ചേസ് പ്രൈസായ 10,000 ഇൻറ്റു 1% ചെയ്യണം. അതിപ്പോൾ എക്സ് ഇൻട്രസ്റ്റ് പർച്ചേസ് പ്രൈസോ ഇൻട്രസ്റ്റ് പർച്ചേസ് പ്രൈസ് ആയാലും അതിൻ്റെ ബേസിലായിരിക്കണം ബ്രോക്കറേജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെയായിരിക്കും സെയിൽസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.